ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമാർന്നിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. സ്നാക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് ഏത് നേരം കഴിക്കാൻ പറ്റുന്ന നല്ല ഹെവി ആയിട്ടുള്ളൊരു വിഭവമാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് കോളിഫ്ലവർ ആണ്. അത് ഞാൻ ഇതേപോലെ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഇത് വേവിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കിയെന്നേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതായത് എത്രത്തോളം ചെറുതാക്കാൻ പറ്റുന്നോ അത്രത്തോളം ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് രണ്ട് തരം ബ്ലേഡ് ഉണ്ടാവുമല്ലോ, ചെറുതും വലുതൊക്കെ ആയിട്ട്. ഒന്നില്ലെങ്കിൽ ഏറ്റവും ചെറുതിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. പക്ഷെ ഞാനിന്ന് ഇവിടെ വലുതിലാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ ആ വലുതിലാണ് എടുക്കുന്നത് എങ്കിൽ പോലും വളരെ കനം കുറഞ്ഞിട്ടാണ്, ചെറുതായിട്ടാണ് ഈ ഒരു കോളിഫ്ലവർ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പം ഞാൻ എന്താണെങ്കിലും എല്ലാം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ കോളിഫ്ലവറൊക്കെ ഗ്രേറ്റ് ചെയ്തു. ഇത് കണ്ടോ, നമ്മൾ തേങ്ങയൊക്കെ ചെരുകി എടുക്കുന്നത് പോലെയാണ്, അത്രയും നൈസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു മാവ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം മൈദപ്പൊടി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് റവയാണ്. ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 2 ടേബിൾ സ്പൂൺ റവ. ഈ റവ വറുത്തതോ വറുക്കാത്തതോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ചേർക്കുന്നത് 1/2 കപ്പ് തൈര്. ഇത് അത്യാവശ്യം പുളിയുള്ളൊരു തൈരാണ്, അപ്പോൾ അത് 1/2 കപ്പ് ചേർക്കുക. അപ്പം തൈര് ചേർക്കുമ്പോൾ ഒത്തിരി വെള്ളമായിട്ടിരിക്കുന്ന തൈര് ചേർക്കരുത്, ഇച്ചിരി കട്ടിയായിട്ടുള്ള ഇരിക്കുന്ന തൈര് ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്കിതിന് വേണ്ടുന്നത്. സാധാരണ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബാറ്റർ കൺസിസ്റ്റൻസിയേ അല്ല ഇതിന് വേണ്ടുന്നത്. അപ്പോൾ അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു തൈരൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മിക്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് മൊത്തത്തിൽ കേട്ടോ. അപ്പോൾ കുറേശ്ശെയാണ് ഒഴിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഈ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ഒരു കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലോട്ട് കൊണ്ടുവരണം. ഇതാ നമ്മുടെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഒത്തിരി തിക്കും അല്ല, ഒത്തിരി ലൂസും അല്ല, ഒരു ബാറ്റർ കൺസിസ്റ്റൻസിയിലോട്ടാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. പക്ഷെ ഞാൻ ചേർക്കുന്നില്ല. ഞാനത് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ഞാൻ ഇതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ജീരകം, അതൊരു 1/4 ടീസ്പൂൺ തന്നെയാണ് ചേർക്കുന്നത്. ഇനി ജീരകത്തിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമല്ല, അതിങ്ങനെ കഴിക്കാൻ കിട്ടുന്നതൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് പച്ചമുളക് എരിവിനനുസരിച്ച് ഞാൻ ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചമണം മാത്രം ഒന്ന് പോയാൽ മതി, അല്ലാതെ ഒത്തിരി അങ്ങ് കളർ മാറി വരുന്നും വേണ്ട. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു സവോള, ഒരു ചെറിയ മീഡിയം സൈസൊന്നും പറയാൻ പറ്റത്തില്ല, അതിനേക്കാളും ചെറിയ ഒരു സവോള ഞാൻ മുഴുവനായിട്ട് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഫ്ലെയിം പതുക്കെ ലോയിലോട്ട് മാറ്റി മസാലപ്പൊടികൾ ചേർക്കാം. അപ്പോൾ ആദ്യം ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂണോ അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് 1, 1.5, 2 വരെ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത്, അല്ലെങ്കിൽ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലാണെന്ന് ഉറപ്പ് വരുത്തുക. ഇനി ഇതിൻ്റെ ഈ മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നീട് ഒരു സ്പെഷ്യൽ കാര്യം കൂടെ ചേർക്കുന്നുണ്ട്. മീറ്റ് മസാലയാണ് ചേർക്കുന്നത്. അതൊരു 3/4 ടീസ്പൂൺ ചേർക്കാം. മീറ്റ് മസാല, ഗരം മസാല, ഇതിൽ ഏതെങ്കിലുമൊക്കെ ചേർത്ത്, ചിക്കൻ മസാല, ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതിയാവും. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ മസാലയൊക്കെ മൂത്തു, എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതുവരെ ഇതിനകത്ത് ഉപ്പ് എന്ന് പറഞ്ഞ കാര്യം ചേർത്തിട്ടില്ല, ഞാൻ മറന്നതല്ല, ഇപ്പോഴാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ കോളിഫ്ലവറിനും അതുപോലെ മസാലയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് കണക്കാക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ കൈവിടാതെ ഒന്ന് ഇടയ്ക്ക് കൈവിടാതെ ചെയ്യണമെന്നൊന്നുമില്ല, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഈ കോളിഫ്ലവർ വളരെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. സാധാരണ കോളിഫ്ലവർ നമ്മൾ വേവിക്കുന്ന അത്രയും സമയമൊന്നും ഇതിന് വേണ്ട. ഇനി ഇതിനകത്തോട്ട് ഞാൻ അല്പം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ടാണ് മല്ലിയില ചേർത്തത്. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാനൊരു ചെറിയൊരു ഫ്ലേവർ ആയിക്കോട്ടെ, കറിവേപ്പില ഇല്ലാത്തതല്ലേ എന്ന് ഓർത്തിട്ട് മല്ലിയില ചേർത്തതാണ്.
ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റ് കഴിഞ്ഞു കാണും. നമ്മുടെ ഈ ഒരു കോളിഫ്ലവറൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ മുട്ട ചേർക്കുന്നുണ്ട്. മുട്ട ചേർക്കുന്നത് തികച്ചും ഓപ്ഷണലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വെജിറ്റേറിയൻകാരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മുട്ട ചേർക്കേണ്ട ഒരു കാര്യമില്ല, അല്ലെങ്കിൽ മുട്ട കഴിക്കാത്തവരാണെങ്കിൽ മുട്ട ചേർക്കേണ്ട. അല്ലാതെ തന്നെ ഇത് നല്ല സ്വാദാണ്. പിന്നെ കുറച്ചും കൂടെ ഒന്ന് ഒരു എന്താ പറയുക, മുട്ടയും കൂടെ മുട്ട കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ മുട്ട ചേർത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണല്ലോ, അതുകൊണ്ട് ചേർത്തു എന്ന് മാത്രം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇനി കൈവിടാതെ ഇളക്കി അതിൻ്റെ ഒരു നനവ് ഉണ്ടാവുമല്ലോ ഈ ഒരു തോരൻ എന്നാണ് ഞാനിപ്പോൾ ഇതിനെ പറയുന്നത്. പിന്നീടാണ് നമ്മളിത് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഈ തോരൻ്റെ ആ ഒരു നനവൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇതേപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എന്താ പറയുക ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടുന്ന തരത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയാണ്. പിന്നെ നമ്മുടെ മാവും ഇവിടെ റെഡിയാണ്. മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇതൊന്ന് നമ്മുടെ ഒരു സ്നാക്കിലോട്ട് കൊണ്ടുവരാമെന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ അല്പം എണ്ണ, നിങ്ങൾക്ക് എണ്ണയോ ബട്ടറോ നെയ്യോ എന്താണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആദ്യം നമ്മുടെ ഈ ഒരു നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഇതേ കണക്കിനൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാൻ കട്ടിയായി മാവ് എടുക്കരുതെന്ന് പറയാനുള്ള കാരണം ഇതാണ്. കാരണം നമ്മൾ മാവ് ഒത്തിരി അങ്ങ് ഒഴുകി എല്ലായിടത്തും പരന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്നാക്ക് കാണാൻ വലിയ ഭംഗി കാണത്തില്ല. ടേസ്റ്റിന് കുറവൊന്നും വരുത്തൊന്നുമില്ല, പക്ഷെ ഒരു ഭംഗി കാണില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ആദ്യത്തെ മാവ് ഒഴിച്ച് ഒന്ന് സെറ്റായി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഫില്ലിങ്, നമ്മുടെ ഈ ഒരു കോളിഫ്ലവർ മുട്ടയുടെ ഫില്ലിങ് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു മിനിറ്റും കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ആ ഒരു ബാക്കിയുള്ളതും കൂടെ ഇതിൻ്റെ മേലൊന്ന് ബാക്കിയുള്ള മാവും കൂടെ ഇതിൻ്റെ മേലൊന്ന് ഒഴിച്ചു കൊടുക്കണം. ബാക്കിയുള്ള മാവ് ഒഴിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഉള്ളിലത്തെ ഫില്ലിംഗ് ഒന്ന് കവർ ചെയ്യത്തക്ക രീതിയിൽ വേണം കേട്ടോ ഒന്ന് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് 1-2 തവണ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അതൊരു പരിചയം ആയിക്കോളും. ഒത്തിരി അങ്ങ് പുറത്തേക്ക് ഒഴുകി പോവാതെ തിക്കായിട്ട് നമ്മൾ മാവ് എടുത്തതുകൊണ്ട് ഒത്തിരി അങ്ങ് പുറത്തേക്കൊന്നും പോവാതെ നല്ല നൈസായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ പറ്റുന്ന പോലെ ഒന്ന് കവർ ചെയ്യാൻ നോക്കുക, അത്രേ വേണ്ടൂ. പിന്നെ നമുക്കിത് സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാമെന്നുള്ളതാണ് ഇനി അടുത്തത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഒന്നും വേവണ്ട അങ്ങനെ കാര്യമൊന്നുമില്ല. ആ ഒരു മാവ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. ഇനി ഞാനിത് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അല്പം എണ്ണ ഇതിൻ്റെ മേലെ സൈഡുകളിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടുമ്പം വളരെ പതുക്കെ തിരിച്ചിടുക. ചിലപ്പം നമ്മുടെ ആ ഒരു മാവൊക്കെ പെട്ടെന്ന് അങ്ങ് തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചിട്ടു. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ടു. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പറായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡിയാണ്. നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ചുമ്മാ എന്നും പുട്ട്, ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മാത്രമല്ല വലിയവരും ഇങ്ങനെ കഴിച്ചു മടുത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളൊക്കെ നല്ല ഫില്ലിങ്, നല്ല ഒരു കോളിഫ്ലവറിൻ്റെ ഫില്ലിംഗ് ഒക്കെ വന്നിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം അതിന് മുൻപ് ഞാനിതിൻ്റെ അകം ഒക്കെ എങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളതും കൂടെ കാണിക്കാം. കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് എന്ന് പറയുന്നത്. കണ്ടോ, നല്ല ഞാനങ്ങ് പിടിക്കുമ്പോഴത്തേക്കും അത്രയും സോഫ്റ്റ്നെസ് കാരണം അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നടുവേ ഒന്ന് മുറിച്ച് നോക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതിൻ്റെ അകത്തുള്ള മസാലകൾ മാത്രം മതി. ഇനി അതല്ല, നിങ്ങൾക്ക് സൈഡ് ഡിഷ് എന്തെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് തക്കാളി ചട്നി, അതുപോലെ തന്നെ തേങ്ങ ചട്നി. ഇത് രണ്ടും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. എനിക്ക് തേങ്ങ ചട്നി ഇതിൻ്റെ കൂടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് സംഭവം. അതുപോലെ തന്നെ ഈ കോളിഫ്ലവറിന് പകരം നിങ്ങൾക്ക് ക്യാബേജ് ഇഷ്ടമാണെങ്കിൽ കോളിഫ്ലവറിൻ്റെ സ്ഥാനത്ത് ക്യാബേജും നമുക്ക് മാറ്റി റീപ്ലേസ് ചെയ്ത് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.